ഹായ്. വളരെ അപ്രതീക്ഷിതമായി ഇലക്ഷൻ റിസൾട്ടിന്റെ ഹാങ് ഓവറിൽ നിൽക്കുമ്പോഴാണ് നീറ്റ് സ്കോറും നീറ്റ് റാങ്കും വന്നിട്ടുണ്ട് എന്ന അറിയിപ്പ് എല്ലാവർക്കും കിട്ടിയത്. എല്ലാവരും ഭയങ്കര അത്ഭുത പരതന്ത്രരായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 14-ാം തീയതി വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന റിസൾട്ടാണ് പെട്ടെന്ന് 10 ദിവസം മുമ്പേ പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആശങ്കകളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അർഹമായ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അത് ഉപയോഗപ്പെടുത്തുക. ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഒന്നാമത്തേത്, ഈ ഒരു നീറ്റ് റാങ്ക് വന്നല്ലോ, ഇനി എന്താണ് സാധ്യത? ഒന്നാമതായി പറയട്ടെ, ഓൾ ഇന്ത്യ തലത്തിൽ ഒരു 24,500 25,000 വരെ റാങ്ക് വരുന്ന ആളുകൾക്കാണ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജ് കിട്ടാൻ സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ കട്ട് ഓഫ് മാർക്ക് ഒരു 655 660 വരാനാണ് സാധ്യതയുള്ളത്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഈ 655-നും 670-നും ഇടയിൽ കട്ട് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ് റാങ്കിൽ ഒരു 1000-നടുത്ത് വരുന്ന ആളുകൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ്, ഓപ്പൺ സീറ്റും, രണ്ടാമത്തെ ഈഴവ മെറിറ്റിൽ ഒരു 1700 1800, അത് മോപ്പപ്പിലേക്കൊക്കെ പോകുമ്പോൾ 2300 2400 വരെ ആയേക്കാം. ദെൻ മുസ്ലിം മെറിറ്റിൽ ഒരു 1700 1400-നും 1700-നും ഇടയിലോ, മോപ്പപ്പിൽ 2000-നടുത്തുമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് സൂക്ഷിച്ച് കൃത്യമായി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുക. ഓപ്ഷൻ രജിസ്ട്രേഷനും അനന്തര കാര്യങ്ങൾക്കും കരിയർ ഗുരു സൗകര്യമൊരുക്കുന്നുണ്ട്. ഓഫീസിൽ വന്ന് കോളേജുകളിൽ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കി അത് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരള റാങ്കിലേക്ക് നീറ്റ് റാങ്കിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. കീമിന്റെ വെബ്സൈറ്റിൽ അതിനുള്ള നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ ഒരു 5-6 ദിവസത്തിനുള്ളിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നീറ്റിന്റെ റാങ്കും മാർക്കും ദെൻ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത് അതിനൊരു പെർഫോം ഉണ്ടാവും. അത് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം. അത് കഴിഞ്ഞാൽ ഒരു വിതിൻ 6 to 7 days നിങ്ങൾക്ക് കേരള റാങ്ക് വരും. കേരള റാങ്ക് വന്നു കഴിഞ്ഞാൽ ഈ കേരള റാങ്ക് വരുന്നതിനോട് അടുപ്പിച്ച് തന്നെ ഒരാഴ്ച മുമ്പായിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രോസസ്സ് അതിനോട് ചേർന്നുകൊണ്ട് കേരള അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷൻ നടക്കുന്ന നീറ്റിന്റെ ഈ റാങ്കിന്റെ അടിസ്ഥാനത്തിലും മാർക്കിന്റെ അടിസ്ഥാനത്തിലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 3 അഡ്മിഷൻ പ്രോസസ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന് MCC മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി, MBBS-ഉം BDS-ഉം നഴ്സിംഗും കോഴ്സുകൾക്ക് ഈ MCC വഴിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തും. AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിന്റെ പ്രോസസ്സ് ഇതിൽ തന്നെ, രജിസ്ട്രേഷൻ ഇതിലാണ് വരുന്നത്. അലോട്ട്മെന്റ് പ്രോസസ്സ് AFMC നേരിട്ടാണ് കൊടുക്കുന്നത്. ദെൻ അതിന് പുറമെ ജിപ്മറിന്റെ പാരാമെഡിക്കൽ കോഴ്സസ് നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വേറെ തന്നെ ആപ്ലിക്കേഷൻ ജിപ്മർ വിളിച്ച് അതിലൂടെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തിയിട്ടാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഉടൻ തന്നെ ജിപ്മറിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കർണാടക എൻട്രൻസ് അതോറിറ്റി നടത്തുന്ന കർണാടക അലോട്ട്മെന്റ് പ്രോസസ്സ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സിനുള്ള 10 ലക്ഷം രൂപ, സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് 7,70,000-ഉം 70,000-നടുത്തും, ദെൻ അത് മറ്റു മെഡിക്കൽ കോളേജുകൾ 25ഓളം മെഡിക്കൽ കോളേജുകളിൽ 10 ലക്ഷത്തിനടുത്ത് ഫീസുമാണ് വരുന്നത്. അത് താല്പര്യമുള്ള കേരളക്കാർക്ക് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് കർണാടകയിൽ പോയി പഠിക്കണം എന്ന ബോർഡർ ലൈൻ റാങ്ക് ഒക്കെ നിൽക്കുന്ന ആൾക്ക് അത് ആ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു 3 ദിവസത്തേക്ക് കൂടി അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തേക്കാം, ഉറപ്പില്ല. ഇനി മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, കീം റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അത് ഓൾറെഡി പറഞ്ഞു. മാർക്ക് സബ്മിറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ നമ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കീം റാങ്ക് വരും, കീം റാങ്ക് ഔട്ട് ചെയ്യും. ഈ കീം റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് MBBS BDS പോലുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ, പ്രത്യേകിച്ച് ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ, ഈ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താം. പുറമെ അലൈഡ് സയൻസ് ആയ അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി, ഈ കോഴ്സുകളുടെ അലോട്ട്മെന്റ് പ്രോസസ്സിലും നമുക്ക് പങ്കെടുക്കാം. എന്ന് വെച്ചാൽ കീം നീറ്റ് റാങ്ക് കൺവേർട്ട് ചെയ്ത് കീം റാങ്ക് ആക്കുന്നത് വഴി സംഭവിക്കുന്നത് ഇത്തരം കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ഐക്കാർ വഴിയുള്ള അലോട്ട്മെന്റ് CUET റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. അത് വേറെ തന്നെയാണ്. അത് നീറ്റുമായിട്ട് ബന്ധമില്ല. നീറ്റ് റാങ്ക് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് കീം റാങ്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം കേരളത്തിൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറിക്ക് ട്രൈ ചെയ്യാം. അതിന് ഐക്കാർ വഴിയോ CUET വഴിയല്ല എന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾക്ക് നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറി നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നീറ്റ് റാങ്ക് ഒക്കെ സബ്മിറ്റ് ചെയ്ത് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കണം. ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുകയും ആ പ്രോസസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കുകയും ചെയ്യാം. കോളേജ് പ്രിഫറൻസ് ലിസ്റ്റ് കേരളത്തിലുള്ളതായാലും കേരളത്തിന് പുറത്തുള്ള ഓൾ ഇന്ത്യ കോട്ടയിൽ
300-നടുത്ത് കോളേജുകളുണ്ട്. ഈ കോളേജുകളിലൊക്കെ പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. യാത്രാ സൗകര്യങ്ങൾ, കോളേജിന്റെ സൗകര്യങ്ങൾ, ഫാക്കൾട്ടി, ഫീസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഫീസ് കർണാടകയിൽ 70,000 മേലെയാണ് ഫീസെങ്കിൽ മഹാരാഷ്ട്രയിൽ 1,00,000 മേലെയാണ്, പഞ്ചാബിൽ 1,30,000 ചില കോളേജുകളിൽ ഗുജറാത്തിലൊക്കെ വരുന്ന ചില കോളേജുകളിൽ 3,00,000 ഫീസ് ഉണ്ട്. ഇത്തരം ഫീസ് ഘടനകൾ പരിഗണിച്ചുകൊണ്ട് കോളേജുകളിൽ ഒരു പ്രിഫറൻസ്, യാത്രാ സൗകര്യങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻ, അതുപോലെ എയർപോർട്ട്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് കരിയർ ഗുരുവിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം. ഓപ്ഷൻ രജിസ്ട്രേഷൻ വളരെ കൃത്യമായി കരിയർ ഗുരുവിൽ ചെയ്യും. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് പ്രത്യേകിച്ച് MCCയിൽ രജിസ്ട്രേഷൻ കുറച്ചുകൂടി ഒരു സങ്കീർണമാണ്. നമ്മൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ, കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. MCCയുടെ പോർട്ടലിൽ കയറിയിട്ട് ദെൻ അതിന്റെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽ, അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം മൊബൈൽ ഫോണും ഇമെയിലും കൺഫേം ചെയ്ത് OTP വരണം. അത് കഴിഞ്ഞ് പ്രിഫറൻസ് എടുക്കണം. ഓൾ ഇന്ത്യ വേണോ, AFMC ഓൾറെഡി നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടാവും. നഴ്സിംഗ് വേണോ വേണ്ടേ, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടോ ഇല്ലേ, ശേഷം ഫീസ് അടക്കണം. ജനറൽ കാൻഡിഡേറ്റ്സിന് 11,000-ഉം ദെൻ OBC മറ്റ് റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് ഒരു 5,500 അടച്ച് ചെയ്യണം. ഡീംഡ് യൂണിവേഴ്സിറ്റി എടുക്കണമെങ്കിൽ 2 ലക്ഷം അടക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്നു കരിയർ ഗുരു ഓഫീസിൽ. ഈ അവസരം ഉപയോഗപ്പെടുത്താൻ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇത് സംബന്ധമായ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ബാക്കി തുടർ നടപടികളെ കുറിച്ച് കൃത്യമായ ധാരണകളും വർത്തമാനങ്ങളും തുടർന്നും വരുന്നതാണ്. ഇനി JEE കുറിച്ചും കീം അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും, ഫാർമസി, എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രിഫറൻസ്, ആർക്കിടെക്ചറിന്റെ പ്രിഫറൻസ്, ഓൾ ഇന്ത്യയിലെ മെഡിസിന്റെ പ്രിഫറൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സമയാസമയങ്ങളിൽ വീഡിയോ പരിശോധിക്കുകയും കമന്റുകൾ രേഖപ്പെടുത്തി കൃത്യമായ ഉത്തരം ലഭിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അതുവരെ നമുക്ക് കാണാം. ബൈ ബൈ. Career Guru, molding your future.